ഗായ്സ്, നിങ്ങളിൽ പല ആൾക്കാരും കളിച്ചിട്ടില്ലാത്തൊരു ഗെയിമിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ ഗെയിമിൻ്റെ പേരെന്താണെന്നറിയാം? സ്കെയർ ഫാൾ എന്ന് പറയുന്ന പുതിയൊരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇന്ത്യയുടെ ഗെയിമാണ്. മറ്റേ BGMI ക്രാഫ്റ്റിന് എടുത്തിട്ട് മറ്റേ ക്രാഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പരിപാടിയല്ല, ഇന്ത്യയിൽ നിന്നുള്ള ഗെയിം തന്നെയാണ്. ഈ ഗെയിം സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കളിക്കാൻ, നല്ല ഗ്രാഫിക്സ്. ഫോണ് മറ്റേ PUBG കളിക്കുമ്പോൾ ഫോൺ ഇങ്ങനെ ഹീറ്റാവില്ല, തിളക്കണ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി എന്തെങ്കിലും ഇല്ല. ഫോൺ നല്ല സ്മൂത്തായിരുന്നു കളിക്കുമ്പോഴൊക്കെ. പിന്നെന്താ, തുടക്കക്കാർക്ക് ഇതിൽ നല്ല പ്ലെയേഴ്സാണ് വരുന്നത്. കാരണം PUBG കളിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിലും വന്ന് നമ്മൾ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്ലെയേഴ്സ് ഇപ്പോൾ തന്നെ ഉണ്ട്. ജൈറോസ്കോപ്പ് ഗ്രാഫിക്സ്, നല്ല ഗ്രാഫിക്സാണ്. നിങ്ങൾ നല്ല മൊബൈലിൽ കളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല കിടുക്കാച്ചി ഗ്രാഫിക്സ് അതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല എയിം അസിസ്റ്റ്, പെട്ടെന്ന് തന്നെ ഒരു 2-3 ഹിറ്റ് കൊണ്ടാൽ തന്നെ ആൾക്കാർ പെട്ടെന്ന് ചാവും കേട്ടോ. അത്ര ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഗെയിമാണ്. കാരണം ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ത്യയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഗെയിം ആരും പ്രതീക്ഷിക്കില്ല. അത്രയും സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള ഗെയിമാണ് സ്കെയർഫാൾ. ഇത് കളിച്ചു നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. ഭയങ്കര ടഫാണ് കളിക്കാൻ. കാരണം എന്താ വെച്ചാൽ എല്ലാം വരുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്നത് PUBGയും ഫ്രീ ഫയർ കളിച്ചിരുന്ന ആൾക്കാരാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഈ നമ്മൾ സെൻസിറ്റിവിറ്റി സെറ്റാക്കുന്നത് ഡിറ്റോ അതേപോലെ തന്നെ PUBGയിൽ എങ്ങനെയാണ് സെൻസിറ്റിവിറ്റി സെറ്റാക്കുന്നത് അതേപോലെ തന്നെ PUBG അതേപോലെ BGMI കളിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇത് കളിക്കാൻ പറ്റും. മൂവ്മെൻ്റ് ഒന്നും PUBGയിൽ പോലെ അല്ലെങ്കിലും നല്ലൊരു രീതിയിലുള്ള മൂവ്മെൻ്റൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ലൈഫൊക്കെ പെട്ടെന്ന് പോകും. അതായത് ആദ്യ ലൈഫ് ഉണ്ടെങ്കിൽ തന്നെ ഒരടിക്ക് തന്നെ തീരുമാനമായി കിട്ടും. ലോബിയിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതിപ്പോൾ നമ്മൾ BGMI PUBGയിലൊക്കെ ഉള്ള സെന്തോരിൻ എന്ന് പറഞ്ഞിട്ടൊരു മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പ് പോലത്തെ ഒരു മാപ്പാണിത്. സംഭവം സെറ്റായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് എക്സ്പീരിയൻസ് വേണം. അതായത് ഇത് റെഡിയായി വരുന്നത് വെച്ചെങ്കിൽ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, ഭയങ്കര അടിയന്മാരൊക്കെ ഉണ്ട്. അടിയന്മാരെന്ന് പറഞ്ഞാൽ നല്ല വെടിവെക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഗെയിം ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതും വന്നു. സംഭവം നമ്മളെ ഇതിപ്പോൾ സ്കാറിലാണ്. ഇതേപോലെ M4 സ്കാറിൽ മറ്റേ PUBGയിലുള്ള എല്ലാ ഗണ്ണും ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കുന്നത്. ഉസിൻ്റെ M4 സ്കാറിൽ, പിന്നെ ഓട്ടോറിക്ഷ, കൊട്ടവണ്ടി എല്ലാം ഉണ്ട് ഇതിൽ. ഇന്ത്യൻ്റെ ഗെയിമല്ലേ. മാപ്പുകൾ ഗോവ, മുംബൈ എന്ന് പറഞ്ഞ മാപ്പുകളൊക്കെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ 8v8 ഉണ്ടല്ലോ, 8 vs 8 ആ രീതിക്കുള്ളൊരു ഗെയിമാണ് ഇപ്പോൾ കളിച്ചത്. TDM പോലത്തെ ഗെയിമാണ് ഇപ്പോൾ കളിച്ചത്. ഞങ്ങളുടെ ടീം പോരാ, അവരുടെ ടീം സെറ്റായതുകൊണ്ട് തന്നെ അവർ സമയം കഴിയുന്നതിന് മുന്നേ തന്നെ അവർ ജയിച്ചു. ബാക്കി 3 മിനിറ്റോളം ഇനിയും ബാക്കിയുണ്ട്. ഫോണ് നമ്മൾ കളിക്കുമ്പോഴുള്ള ലാഗ് ഇഷ്യൂ, ഫോൺ ഹീറ്റാവുക, അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല. ഗ്രാഫിക്സ് ഹൈലി ഒപ്റ്റിമൈസഡാണ്. ഒരു ഗ്ലിച്ച് ബഗ്ഗൊന്നും, ഞാൻ 2 ദിവസമായിട്ട് കളിച്ചു, ഗ്ലിച്ച് ബഗ്ഗൊന്നും കാണാൻ പറ്റിയില്ല.